നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഓരോ ആരോഗ്യശാസ്ത്ര ബിരുദധാരിയും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യം നേടി സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കണമെന്ന് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ചാൻസലറും കേരള ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. UDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ഇന്ത്യൻ നാഷണൽ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ടൗണിൽ ആഹ്ലാദ പ്രകടനവും മധുര പലഹാരങ്ങളും വിതരണം നടത്തി. കേരളത്തിൽ ഇനി ജനപക്ഷ ഭരണമായിരിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPM ജില്ലാ കമ്മിറ്റി യോഗം മെയ് 19, 20 തീയതികളിൽ നടക്കുന്നു. വാർത്തകൾ വിശദമായി നോക്കാം. ഓരോ ആരോഗ്യശാസ്ത്ര ബിരുദധാരിയും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യം നേടി സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കണമെന്ന് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ചാൻസലറും കേരള ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചൊവ്വാഴ്ച യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തുള്ള സെനറ്റ് ഹാളിൽ നടന്ന സർവകലാശാലയുടെ 22ാമത് ബിരുദദാന ചടങ്ങിൽ ബിരുദധാരികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന് മികച്ച സേവനം നൽകാൻ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളിൽ ആഴത്തിലുള്ള പ്രാവീണ്യം അനിവാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ലോകപ്രശസ്ത തബല വിദ്വാൻ ഉസ്താദ് അല്ല രഖായുടെ ജീവിതം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് വൈദഗ്ധ്യത്തിന്റെ പ്രാധാന്യം അദ്ദേഹം വിശദീകരിച്ചത്. വളർച്ച ആശുപത്രിയുടെ ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങാതെ ചിന്തിക്കുകയും വ്യത്യസ്തമായ സമീപനത്തോടെ ജനങ്ങൾക്കും സമൂഹത്തിനും മികച്ച സേവനം നൽകുകയും വേണം. ആരോഗ്യരംഗം സാമൂഹിക പ്രതിബദ്ധത ആവശ്യമുള്ള തൊഴിൽ മേഖലയാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിവുള്ളവരാണെന്ന വിശ്വാസത്തിൽ ആരോഗ്യ പ്രവർത്തകരിൽ ഈ ദൌത്യം ഏൽപ്പിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ജോലി ചെയ്ത് വരുമാനമാർഗം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ആരോഗ്യ പ്രവർത്തകർ വ്യത്യസ്തമായി ചിന്തിച്ച് വരുമാനം നേടുന്നതോടൊപ്പം സമൂഹ നന്മ ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹൻ കുന്നുമൽ സ്വാഗതം ആശംസിച്ചു. രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ S. ഗോപകുമാർ, പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ ഡോക്ടർ S. അനിൽകുമാർ, അക്കാദമിക് ഡീൻ ഡോക്ടർ R. ബിനോജ്, റിസർച്ച് ഡീൻ ഡോക്ടർ KS. ഷാജി, സ്റ്റുഡന്റ് അഫയേഴ്സ് ഡീൻ ഡോക്ടർ KR. ആശിഷ്, ആരോഗ്യശാസ്ത്രത്തിലെ 7 വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഫാക്കൽറ്റി ഡീൻമാർ, ഗവേണിംഗ് കൌൺസിൽ, അക്കാദമിക് കൌൺസിൽ അംഗങ്ങൾ, സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ, ബിരുദധാരികൾ, രക്ഷിതാക്കൾ, വിശിഷ്ടാതിഥികൾ എന്നിവർ പങ്കെടുത്തു. സർവകലാശാലയുടെ 7 അക്കാദമിക് മേഖലകളിൽ വിദ്യാർത്ഥികൾ ബിരുദം സ്വീകരിച്ചു. 395 ആരോഗ്യശാസ്ത്ര സ്ഥാപനങ്ങളിൽ നിന്നായി മോഡേൺ മെഡിസിൻ, ഡെന്റൽ സയൻസസ്, ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നഴ്സിംഗ്, ഫാർമസി, അലൈഡ് ഹെൽത്ത് സയൻസസ് എന്നീ മേഖലകളിൽ നിന്നായി 7457 വിദ്യാർത്ഥികൾ ബിരുദം നേടി. നേരിട്ട് കൈപ്പറ്റാൻ സാധിക്കാത്ത ബിരുദ സർട്ടിഫിക്കറ്റുകൾ തപാൽ മാർഗം അയക്കും. 2363 ബിരുദാനന്തര ബിരുദധാരികൾ, 11 PhD അവാർഡ് ജേതാക്കൾ, 5083 ബിരുദധാരികൾ എന്നിവരുൾപ്പെടെ 7457 പേരാണ് ബിരുദം നേടിയത്. സർവകലാശാല സ്ഥാപിതമായതിനു ശേഷം ബിരുദം നേടുന്നവരുടെ എണ്ണം 1,89,497 ആയി. That is why we all are here. Today's oath is for this purpose. Today's pledge is for this purpose. Yes, I have taken the oath, I have taken the pledge, I have taken the pratigna or sankalpa. It is in the interest of the society, it is in the interest of the people of this country, of this society. That pledge we have to have in our mind. And mind you, my dear friends, we have reached to this very big step, very big achievement, big goal, with whose help of your parents. Your parents are there. They have something about you. They have got something necessary. Yes, this my child should be like this. Meet those aspirations of your parents, and then again your teachers. Don't forget them. All of them put together, they have brought you to this level. They have given you some position in the society, and because of them you are standing upright in the society. That has to be followed.
without forgetting the parents and the teachers. Always remember them, always. They have done always in your interest. And least, don't forget the people in the society. Go for them. I am there here for them. All those people who are called great people, they have worked for the society. They have worked for others, not for myself, oneself. So that thing we have to keep in our mind, my dear friends. I once again congratulate everybody. I thank your parents. They have toiled and moiled all these years. They are the happiest persons today, even more happy than you, because parents, they have achieved something. Teachers, they are also there. I congratulate and thank all of you here once again. Namaskaram. UDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ഇന്റർനാഷണൽ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ടൗണിൽ ആഹ്ലാദ പ്രകടനവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പരിസരത്ത് പ്രകടനം സമാപിച്ചു. DCC ജില്ലാ സെക്രട്ടറി ജിജോ കുര്യൻ, AA ആസാദ്, മണ്ഡലം പ്രസിഡന്റ് TP ഗിരീശൻ, ബിജു ഇസ്മായിൽ, KA മഹേഷ്, നഫീസ നാസർ അലി, ശശി മംഗലം എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിൽ ഇനി ജനപക്ഷ ഭരണമായിരിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. നാടിന്റെ വികസനത്തിന് കൃത്യമായ പദ്ധതികളും കാഴ്ചപ്പാടുകളും ടീം UDF അധികാരത്തിലേറിയിരിക്കുന്നത് അതിനാണ്. നാടിന്റെ സ്വപ്നങ്ങൾ UDF സർക്കാർ നിറവേറ്റും. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCCയിൽ നിന്ന് വാദ്യമേള അകമ്പടിയോടെ നഗരത്തിൽ പ്രകടനം നടത്തി. ത്രിവർണ്ണ ബലൂണുകളും ചെണ്ടമേളവും DJയും ഉൾപ്പെടെ അണിനിരന്ന പ്രകടനത്തിൽ പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തും ആഹ്ലാദം പങ്കുവച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തത്സമയം കാണാൻ DCC ഓഫീസിൽ ബിഗ് സ്ക്രീൻ വച്ചിരുന്നു. ആഘോഷ പരിപാടികൾക്കും പ്രകടനത്തിനും നേതാക്കളായ അഡ്വക്കേറ്റ് സിജോ കടവിൽ, KH ഉസ്മാൻ ഖാൻ, P ശിവശങ്കരൻ, ഫ്രാൻസിസ് ചാലശ്ശേരി, KP രാധാകൃഷ്ണൻ, സന്തോഷ് ഐത്താടൻ, ബഷീർ അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPM ജില്ലാ കമ്മിറ്റി യോഗം മെയ് 19, 20 തീയതികളിൽ നടക്കും. ജില്ലയിൽ കനത്ത തോൽവി വാങ്ങിയ മുൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മത്സരിച്ച് പരാജയപ്പെട്ട ഇരിങ്ങാലക്കുടയിലെ ഫലങ്ങൾ പ്രത്യേകം പരിശോധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായപ്പോൾ പാർട്ടിയുടെ അടിത്തറ ഭദ്രമായിരുന്നു എന്നായിരുന്നു വിലയിരുത്തൽ. പാർട്ടി കോട്ടകളിൽ വോട്ടിടിഞ്ഞു. നിയമസഭാ മണ്ഡലത്തിലെ പരാജയത്തിന്റെ കാരണം കണ്ടെത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന തൃശൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ജില്ലാ സെക്രട്ടറി നിർദ്ദേശം നൽകി. തൃശൂർ നഗരത്തിൽ പാർട്ടി ക്ഷീണിച്ചു എന്ന വിലയിരുത്തലുണ്ട്. CPMന്റെ 17 അംഗ കമ്മിറ്റികളിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചതും തൃശൂരാണെന്ന വിമർശനമുണ്ട്. ഏരിയ കമ്മിറ്റി ശക്തിപ്പെടുത്താനുള്ള നടപടിയെടുക്കും. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ 211 ബൂത്തുകളിൽ 73 ബൂത്തുകളിൽ LDF 3-ാം സ്ഥാനത്താണ്. 10 ബൂത്തുകളിൽ 50-ൽ താഴെ വോട്ടുകളാണ് ലഭിച്ചത്. 11 ലോക്കൽ കമ്മിറ്റികളിലും 161 ബ്രാഞ്ചുകളും അടങ്ങുന്നതാണ് തൃശൂർ ഏരിയ കമ്മിറ്റി. കുറുക്കഞ്ചേരി ഒഴികെ ലോക്കൽ കമ്മിറ്റികൾ 145 ബ്രാഞ്ചുകൾ നിയമസഭ തൃശൂർ മണ്ഡലത്തിലാണ്.
ഇടത് സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണന് 26.97% വോട്ട് ലഭിച്ചു. രാജൻ ജെ പലന് ലഭിച്ചത് 48.55% വോട്ട്. മണ്ഡലത്തിൽ എക്കാലത്തെയും വലിയ ഭൂരിപക്ഷമാണിത്. കോർപ്പറേഷൻ ഭരണത്തിലുണ്ടായിരുന്ന പാർട്ടി 12 സീറ്റുകളിലേക്ക് ഒതുങ്ങി 8 സീറ്റ് CPMന് ലഭിച്ചു. കഴിഞ്ഞവട്ടം 1/4 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം നേടിയ പുതുക്കാടും അടിപതറി. ഇരിങ്ങാലക്കുടയിൽ 3 പഞ്ചായത്തുകളിൽ LDF ഭരിക്കുന്നത് UDF സ്ഥാനാർത്ഥിക്കാണ് ലീഡ്. ചാലക്കുടിയിൽ LDF തന്ത്രം പാളി. കുന്നംകുളത്ത് വിജയിച്ചു, എന്നാൽ UDFന് 16,000 വോട്ടുകൾ കൂടി. ഗുരുവായൂരിൽ നാമമാത്ര ഭൂരിപക്ഷത്തിനാണ് വിജയം. CPI മത്സരിച്ച കൊടുങ്ങല്ലൂരിൽ ഇടതിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ, KS സലീഗ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. 101ഓളം ഭിന്നശേഷിക്കാരുടെ മെഗാ ചെണ്ടമേളം തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ നടന്നു. ഭിന്നശേഷിക്കാരുടെ കലാകൂട്ടായ്മ ടീം പൂമ്പാറ്റയുടെ നേതൃത്വത്തിലായിരുന്നു മേളം. സ്റ്റാർ മാജിക് ഫെയും ലക്ഷ്മി നക്ഷത്ര ചെണ്ടമേളത്തിന് നേതൃത്വം നൽകി. തൃശൂർ കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ് എന്നിവർ വിശിഷ്ടാതിഥികളായി. പൂമ്പാറ്റയുടെ കോർഡിനേറ്റർമാരായ പെപ്പിൻ ജോർജ്, അപർണ നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. പൂരം പ്രദർശന നഗരിയിൽ വീൽചെയർ കലാകാരന്മാരുടെ സംഗീതനിശ, വീരനാട്യം എന്നിവയും ഉണ്ടായിരുന്നു. ഇന്ധനവില വീണ്ടും കൂട്ടി. 5 ദിവസത്തിനിടെ 2ാം വർധനവ്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 90 പൈസ വീതം വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ ഇന്ന് രാവിലെ മുതൽ നിലവിൽ വന്നു. പുതുക്കിയ നിരക്കനുസരിച്ച് കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 109 രൂപ 73 പൈസ, ഡീസൽ 98 രൂപ 63 പൈസ. 5 ദിവസത്തിനിടെ 2ാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. നേരത്തെ പെട്രോളിനും ഡീസലിനും 3 രൂപ വീതം കൂട്ടിയിരുന്നു. കുട്ടനെല്ലൂർ തൃശൂർ റൂട്ടിൽ കണ്ടെയ്നർ ലോറി തകരാറിലായതിനെ തുടർന്ന് വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 8:30 പാലേക്കര ഭാഗത്തുനിന്ന് വന്ന കണ്ടെയ്നർ ലോറി കുട്ടനെല്ലൂരിൽ തിരിയുന്നതിനിടെ തകരാറിലായി റോഡിൽ കുടുങ്ങി. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ വൻ ഗതാഗതക്കുരുക്കും പ്രദേശത്ത് ഉണ്ടായി. ആംബുലൻസ് ഉൾപ്പെടെ ഗതാഗതക്കുരുക്കിലകപ്പെട്ടു. രാവിലെ ജോലിക്കും മറ്റും പോകുന്നവരും ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. ഒല്ലൂർ പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കുരുക്കൊഴിവാക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തകരാർ പരിഹരിച്ച് കണ്ടെയ്നർ ലോറി റോഡിൽ നിന്ന് പിന്നീട് നീക്കി. വാർത്തകളിനി ഇടവേളയ്ക്ക് ശേഷം. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. തൃശൂർ അതിരൂപതാ ദിനം വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ മെയ് 20 ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 നടക്കും. കൃതജ്ഞതാ ബലിയും പൊതുസമ്മേളനവും കലാപരിപാടികളും ഉണ്ടാകും. ഫാദർ വർഗീസ് തരകൻ, വികാരി ജനറൽ ചെയർമാൻ ജോസ് കോനിക്കര, ജനറൽ കൺവീനർ ജോൺസൺ അന്തിക്കാട്ട്, സെക്രട്ടറി ജിജി ജോസ് എടക്കളത്തൂർ എന്നിവർ നേതൃത്വം നൽകും. ചെമ്പൂത്ര നന്മ ഗ്രാമീണ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഏകദിന സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. വേനൽ തുമ്പികൾ എന്ന പേരിൽ കുട്ടികൾക്കായി ഏകദിന സമ്മർ ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയായിരുന്നു ക്യാമ്പ്. ചെമ്പൂത്ര NSS കരയോഗം ഓഫീസിൽ ക്യാമ്പിന്റെ സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നേത്രദാന സമ്മതപത്ര സമാഹരണവും ഉണ്ടായിരുന്നു. ക്യാമ്പിന്റെ ഉദ്ഘാടനം നന്മയുടെ ഉപദേശക സമിതി അംഗം C പ്രദീപൻ നിർവഹിച്ചു. കുട്ടികൾക്കുള്ള അവയർനെസ് ക്ലാസ് PG പോലീസ് സ്റ്റേഷൻ ASI സന്തോഷ് നിർവഹിച്ചു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് സുപ്രിയ ടീച്ചർ, നന്മയുടെ ഭരണസമിതി അംഗങ്ങളായ സന്ധ്യ മനോജ്, രമ സുബ്രഹ്മണ്യൻ, സതി ജയരാജ്, ദൃശ്യ, രജനി, പ്രിയ ശ്യാമ എന്നിവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനത്തിൽ നന്മ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. സെക്രട്ടറി അനിൽ ആന്റണി സ്വാഗതവും പഞ്ചായത്ത് അംഗങ്ങളായ സാവിത്രി സദാനന്ദൻ, ജിജി മാധവൻ, സന്ധ്യ മനോജ്, നന്മ ഉപദേശക സമിതി അംഗങ്ങളായ രാമചന്ദ്രപിള്ള, ഉണ്ണികൃഷ്ണൻ കാട്ടുംപുറത്ത് എന്നിവർ ആശംസകളും അറിയിച്ചു. നന്മ ട്രഷറർ ജയരാജൻ നന്ദി അറിയിച്ചു. കളിയിൽ വിജയിച്ചവർക്കും പങ്കെടുത്ത കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി. DJ പരിപാടിയോടെയാണ് പരിപാടി സമാപിച്ചത്. വേണമല്ലേ? അപ്പൊ അടുത്ത വർഷം അടുത്ത വെക്കേഷന് ഈ സംഘടനയോട് പറയണം, നമുക്ക് ഒരു ദിവസം പോരാ, ഒരാഴ്ച നീണ്ടു വെക്കണമെന്ന്. അല്ലേ? എന്തിനാ നിങ്ങൾ ഇവിടെ കൂടി നിർത്തിയത്? എന്തൊക്കെ നിങ്ങൾക്ക് അതായത് സാധാരണ രാവിലെ എഴുന്നേറ്റ കുട്ടികൾ ആദ്യം നിങ്ങൾ ആരെയാ കാണുന്നത്? ആരെയാ ആദ്യം നോക്കുന്നത്? എന്ത് സാധനം നോക്കുന്നേ? മൊബൈലല്ലേ? ആദ്യം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ഉള്ള കുട്ടികൾ ആദ്യം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരെയാ? നമ്മുടെ കൂടെ ഇരിക്കുന്ന ഫോണിനെ. അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നിപ്പോൾ ഇതാ തൊട്ട് മുൻപ് ഒരു പോലീസ് സാറ് നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ് ഒക്കെ തന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു ആ കാര്യങ്ങളൊക്കെ? കേട്ടില്ലേ ആ സാറ് പറഞ്ഞത്? നല്ല കൂട്ടുകാരായിരിക്കണം. അല്ലേ? നിങ്ങളുടെ കൂട്ടുകൂടുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുള്ളവരെ, നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം
കുട്ടികളൊക്കെ കൂട്ടുകാരൊക്കെ പലരും നല്ലവരാകാം, ചീത്ത കൂട്ടുകാരും ആകാം. അപ്പം നമ്മൾ നമ്മുടെ മക്കളോ നിങ്ങൾ ഓരോരുത്തരും, ഈ ഇരിക്കുന്ന കുഞ്ഞുമക്കൾ ഓരോരുത്തരും ആ കൂട്ടുകെട്ട് എങ്ങനെ ഉണ്ടാവണമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മളെ നന്മയിലേക്ക് മാത്രം ആകർഷിക്കുന്ന ചങ്ങാത്തമായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഓട്ടുപാറ ശാസ്ത ഹെൽത്ത് കെയർ ക്ലിനിക്കിന്റെ സഹായത്തോടെ സെൻട്രൽ ലയൺസ് ക്ലബ്ബ്, SNDP വനിതാ സംഘം എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 35 വയസ്സിന് മുകളിലുള്ള 100ഓളം സ്ത്രീകൾക്ക് സൗജന്യ സർവിക്കൽ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗൈനോ വിഭാഗത്തിൽ വിദഗ്ധ ഡോക്ടർമാരായ KA ശ്രീനിവാസൻ, R ചിത്രലേഖ, CR ഇന്ദിരാദേവി എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KA ശ്രീനിവാസൻ അധ്യക്ഷനായി. ശാസ്ത മാനേജർ KP അഭിലാഷ് സ്വാഗതവും ഹെൽത്ത് കെയർ ക്ലിനിക് ഡയറക്ടർ CG സുനിൽകുമാർ നന്ദിയും അറിയിച്ചു. സെൻട്രൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ സുഭാഷ് പുഴയ്ക്കൽ വിഷയാവതരണം നടത്തി. ആശംസ പ്രാസംഗികരായി ക്ലബ്ബ് സെക്രട്ടറി K മണികണ്ഠൻ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി PK ശോഭ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ ചെറുപ്പത്തിലെ എൻ്റെ ഫാദർ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു. അപ്പോൾ ഡോക്ടർ നമ്മുടെ ആശുപത്രിയുടെ എരുമപ്പെട്ടി, നമ്മുടെ ഓട്ടുപാറ ആശുപത്രിയുടെയൊക്കെ സൂപ്രണ്ടായി പ്രവർത്തിച്ചിരുന്നൊരു കാലമാണ്. അപ്പം അന്ന് ഇപ്പോൾ ഗൾഫിലേക്ക് പോകണമെങ്കിൽ, സ്കൂളിൽ ചേർക്കണമെങ്കിലൊക്കെ ഈ വാക്സിനേഷൻ എടുത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, വസൂരി നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ ഭാഗം. അപ്പോൾ അത് പിന്നെ എടുത്തു കൊടുക്കുക അന്നത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ചുമതലയിലുള്ള ജോലിക്കാരാണ്. അപ്പം അത് ആശുപത്രിക്ക് അടുത്താണ് എൻ്റെ വീട് എന്നുള്ളത് കൊണ്ട് വീട്ടിലും ഇത് നിർവഹിക്കാനുള്ള അനുമതി ആ കാലത്ത് ഉണ്ടാകാറുണ്ട്. ഞാൻ പറയാൻ ശ്രമിച്ചത്, നമുക്കറിയാം ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ കൊറോണ പോലെയുള്ള അല്ലെങ്കിൽ നിപ്പ പോലെയുള്ള ഒട്ടേറെ പുതിയ പകർച്ചവ്യാധികളും അപകടകരമായ സംഗതികളും കടന്നു വരുന്ന ഈ കാലഘട്ടത്തിലെ അവയെല്ലാം പ്രതിരോധിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മറ്റൊരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. കുമ്പള കിഴക്കേ രാമൻചിറ ജനവാസ മേഖലയിൽ കാട്ടാന റബ്ബറും വാഴയും പ്ലാവും നശിപ്പിച്ചു. കൊമ്പഴ കിഴക്കേ രാമൻചിറയിൽ രൂക്ഷമായ കാട്ടാന ആക്രമണം കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തുടർച്ചയായി ജനവാസ മേഖലയിലെത്തുന്ന ഒറ്റയാൻ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. പുളിക്കൽ റജിയുടെ പറമ്പിലെ കടപ്ലാവ്, 10ലേറെ വാഴകൾ എന്നിവ ആന നശിപ്പിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ വ്യാപകമായി നശിപ്പിച്ചു. സമീപവാസിയായ പെരിഞ്ചേരി വീട്ടിൽ റജി കാട്ടാനയെ ഭയന്ന് വീട്ടുമുറ്റത്തെ പ്ലാവിലെ 100-ലധികം ചക്കകൾ വെട്ടിമാറ്റി നശിപ്പിച്ചു. കഴിഞ്ഞ തവണ ഇറങ്ങിയ കാട്ടാന മറിച്ചിട്ട വൻ തെങ്ങ് വീണ് റബ്ബർ ഷീറ്റിന്റെ പുകപ്പുരയും തകർന്നുപോയിരുന്നു. ഇതുവരെ കാട്ടാന ശല്യം ഇല്ലാതിരുന്ന പ്രദേശത്ത് പോലും കാട്ടാന എത്തിത്തുടങ്ങിയത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. വാണിയമ്പാറ 7-ാം വാർഡിലെ
കിഴക്കേ രാമഞ്ചിറ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. 2-3 മാസം മുമ്പ് നമ്മളെല്ലാവരും വലിയ ഭീതിയോടെ നോക്കി കണ്ടതാണ് കുതിരാൻ പ്രദേശത്ത്, ഇരുമ്പാലം പ്രദേശത്തൊക്കെ കാട്ടാനയുടെ ശല്യം രൂക്ഷമായിട്ടുള്ളത്. ഒരാൾക്ക് വാച്ചറായിട്ടുള്ള ഒരാൾക്ക് കാല് അപകടം പറ്റുന്ന ഉൾപ്പെടെയുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. അന്ന് സ്ഥലം MLA-യും റവന്യൂ വകുപ്പ് മന്ത്രിയും കൂടിയായിട്ടുള്ള ശ്രീ K. രാജൻ്റെ നേതൃത്വത്തിലുള്ള ഇടപെടൽ മന്ത്രിസഭയിലാകെ കൊണ്ടുവന്ന് കുങ്കിയാനകളെ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ട് അതിനൊരു പ്രതിരോധം തീർക്കാൻ അന്ന് സാധിച്ചിരുന്നു. കുങ്കിയാനകൾ 1 മാസത്തോളം ഇവിടെ സ്റ്റേ ചെയ്യുകയും RRT ടീം മൊത്തത്തിൽ ആനകൾ വരുന്ന സമയം നോക്കി ഇറങ്ങി അതിനെ ഓടിച്ചുവിടാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ചു കാലം ആനയുടെ ശല്യം പ്രദേശത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും ആനകൾ ഒന്നടങ്കം കൊമ്പൻ ഉൾപ്പെടെ നാട്ടിലെ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസണിൻ്റെ ഇതായിട്ടായിരിക്കാം, മണം ഉൾപ്പെടെ അടിച്ചുകൊണ്ടായിരിക്കാം പ്രദേശത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന രാമഞ്ചിറയിലെ ഹരിദാസേട്ടൻ്റെ വീട്ടിൻ്റെ തൊട്ടിപ്പുറത്ത് അടുക്കള ഭാഗത്ത് വരെ എത്തി നിൽക്കുകയാണ്. അവരുടെ തൊട്ട് മുമ്പിലുള്ള പ്ലാവിൽ ചക്കകൾ തിന്നുന്നതിന് വേണ്ടി നിരന്തരം വരുന്നു. അതോടൊപ്പം ഇവിടെ അവർ ഉള്ള കൃഷി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നശിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയപ്പോൾ ഷീറ്റ് വര തെങ്ങ് മറിച്ചിട്ടിട്ട് തകർത്തിട്ടുള്ളതാണ്. അതോടൊപ്പം കുടിവെള്ളത്തിന് മോട്ടോർ വെച്ചിരുന്ന പൈപ്പ്, വാഴകൾ, അത്തരത്തിലുള്ള വലിയ നാശനഷ്ടം സംഭവിക്കുന്നു. അതുമാത്രമല്ല, ഇത് ഇറങ്ങുന്നത് വെളുപ്പിനൊരു 4 മണി 5 മണി നേരത്താണ്. 6 മണി നേരം വെളുക്കുമ്പോഴാണ് തിരിച്ച് കയറിപ്പോകുന്നതെന്നുള്ളതാണ് ഇവിടെ നിന്ന് വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ആളുകൾ ഉൾപ്പെടെ കാലത്ത് വ്യായാമത്തിനായി നടക്കാൻ ഉൾപ്പെടെ ഇറങ്ങുന്ന ഒരു സ്ഥിതി നമുക്ക് നാട്ടിൽ പൊതുവേ ഉണ്ട്. അത്തരത്തിൽ സാഹചര്യങ്ങളിൽ ആന എവിടെയാണ് മറഞ്ഞു നിൽക്കുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത പ്രതിസന്ധി ഈ നാട്ടിൽ മൊത്തത്തിലുണ്ട്. നാട്ടുകാരാകെ വീണ്ടും ഒരു ആനയുടെ രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. എത്രയും വേഗം ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഇത് ഇടപെട്ടുകൊണ്ട് RRT ടീമുകളോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഉപയോഗിച്ച് ഈ ആനയെ തിരിച്ച് കാട്ട് കയറ്റി വിടുന്നതിനോ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനോ വേണ്ട നടപടി അടിയന്തരമായിട്ട് സ്വീകരിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. അതിനായിട്ടുള്ളൊരു സംവിധാനവും RRT ടീമും എത്രയും വേഗം ഡിപ്പാർട്ട്മെന്റ് ഇങ്ങോട്ട് അനുവദിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. മദ്യപാനത്തിനിടയിലെ തർക്കത്തിൽ എടത്തിരുത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും അയൽവാസിയുമായ അനൂപിനെ മണിക്കൂറുകൾക്കകം പിടികൂടി റിമാൻഡ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മദ്യപാനത്തിനിടയിൽ യുവാവ് കുത്തേറ്റു മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. എടത്തിരുത്തി അയ്യമ്പിടി കനാൽ കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിന് സമീപം വട്ടപ്പുള്ളി വീട്ടിൽ അനീഷാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയും സുഹൃത്തുമായ അയ്യമ്പിള്ളി കൊട്ടാരത്തിൽ അനൂപിനെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. മണ്ണുത്തി വെട്ടിക്കലിൽ പാറയ്ക്കൽ പൈലിയുടെ ഭാര്യ 85 വയസ്സിൽ മേരി നിര്യാതയായി. റിട്ടയർഡ് അധ്യാപികയായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓരോ ആരോഗ്യശാസ്ത്ര ബിരുദധാരിയും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യം നേടി സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കണമെന്ന് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ചാൻസലറും കേരള ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. UDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ഇന്ത്യൻ നാഷണൽ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ടൗണിൽ ആഹ്ലാദ പ്രകടനവും മധുര പലഹാരങ്ങളും വിതരണം നടത്തി. കേരളത്തിൽ ഇനി ജനപക്ഷ ഭരണമായിരിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPM ജില്ലാ കമ്മിറ്റി യോഗം മെയ് 19, 20 തീയതികളിൽ നടക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.